മാസ്റ്റർ ഓഫ് എഞ്ചിനീയറിംഗ് ഇൻ പ്രൊജക്ട് മാനേജ്മെൻറ്റ് കോഴ്സ് ചൂസ് ചെയ്ത് ന്യൂസിലൻഡിലേക്ക് ഫ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുന്ന അശ്വിനാണ് ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത്. ഹായ് അശ്വിൻ. ഹായ്. ഓക്കെ, ഫേസ് കണ്ടാൽ തന്നെ അറിയാം വളരെയധികം സന്തോഷത്തിലാണ് ഇരിക്കുന്നത് ന്യൂസിലൻഡിലേക്ക് പോകാനായിട്ട്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ അശ്വിൻ്റെ ഒരു ജേർണി, നമ്മളുമായിട്ടുള്ള ഡെറിക് ജോൺസുമായിട്ടുള്ള ജേർണിയിൽ എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഞാൻ ഇതേപോലെ വളരെ റാൻഡമായിട്ടാണ് ഡെറിക് ജോൺസിൻ്റെ ഇങ്ങനെ ഒരു ഏജൻസിയെ പറ്റി കാണുന്നത്. യൂട്യൂബ് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നിങ്ങളൊരു ടെസ്റ്റിമോണി, ഇതേപോലെ ഒരു ടെസ്റ്റിമോണി അപ്പോൾ വന്നപ്പോൾ അത് ജസ്റ്റ് ചെക്ക് ചെയ്തതാണ്. അങ്ങനെയാണ് ഏജൻസിയെ പറ്റി തന്നെ അറിയാം. പിന്നെ ഒരു ഫർദർ റിസർച്ച് നടത്തിയിട്ടാണ് കണക്ട് ചെയ്തത്. അപ്പോൾ അത് കണക്ട് ചെയ്ത് എൻ്റെ ആവശ്യം വളരെ നമുക്ക് പെക്യുലറായിട്ട് ഇതേപോലെ ഇന്ന യൂണിവേഴ്സിറ്റി വേണം, AUT തന്നെ വേണം. അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പഠിക്കാൻ പോകുന്ന ഈ എഞ്ചിനീയറിംഗ് പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് കോഴ്സ് ഈ 2 യൂണിവേഴ്സിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഒബ്വിയസ്ലി ഞാൻ എൻ്റെ കരിയറുമായിട്ട് മാച്ച് ചെയ്യുന്നതും ആ ഒരു കോഴ്സാണ്, മാസ്റ്റേഴ്സാണ്. അപ്പോൾ അത് ആവശ്യപ്പെട്ടു. എൻ്റെ ശ്രീകുട്ടിയാണ് കൗൺസിലറായിരുന്നു. അപ്പോൾ പിന്നെ ലിയ ആയിരുന്നു ആദ്യത്തെ വിസ ഓഫീസ്. പിന്നെ അതിനുശേഷം ഇപ്പോൾ ആഷ്മിനാണ്. അപ്പോൾ ഇതിലുള്ള എല്ലാ പ്രോസസ്സും വളരെ പെർഫെക്റ്റ് ആയിരുന്നു. നമുക്ക് പോയിന്റ് ബൈ പോയിന്റ് ആണ്, എല്ലാം ഓൺ പോയിന്റ് ആണ്. കണക്ട് ചെയ്യുന്നതാണെങ്കിലും നമുക്ക് തരുന്ന ഡോക്യുമെൻറ്റ്സ് ആണെങ്കിലും എന്ത് ഡോക്യുമെൻറ്റ് സബ്മിറ്റ് ചെയ്യണം എന്നുള്ളത് ഒബ്വിയസ്ലി കൂടുതൽ ഡോക്യുമെൻറ്റ്സ് വേണം നമ്മുടെ ക്ലിയർ ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം പോയിന്റ് ആയിരുന്നു, ഓൺ പോയിന്റ് ആയിരുന്നു, ഓൺ ടൈമിൽ. അവരുടെ പേഷ്യൻസ് ഒബ്വിയസ്ലി അത് സമയം എടുക്കുമല്ലോ, ആ സമയമെല്ലാം എടുത്ത് കറക്റ്റായിട്ടത് വിസ കിട്ടി. ഓക്കെ, ഇപ്പം വളരെയധികം ഹാപ്പി ആയിട്ടിരിക്കുന്നു. ഓഫ് കോഴ്സ്. എന്തുകൊണ്ടായിരുന്നു ന്യൂസിലൻഡ് ചൂസ് ചെയ്തത് ഇതുപോലെ ഒരു മാസ്റ്റേഴ്സ് കോഴ്സിനായിട്ട്? ആദ്യമേ ഞാൻ ശരിക്കും പറഞ്ഞാൽ കാനഡ PR എൻ്റെ ഒരു പ്രോസസ്സ് ഇനിഷ്യേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി ആക്റ്റീവ് ആയിരുന്നു. അപ്പോൾ പിന്നീട് കാനഡയിലുള്ള സിറ്റുവേഷൻസും അവിടുത്തെ സ്റ്റുഡൻസിൻ്റെ റിവ്യൂവും എംപ്ലോയ്മെൻറ്റ് ഇഷ്യൂസ് എല്ലാം കാരണം അത് ഡ്രോപ്പ് ചെയ്യുന്നത്. അതിനുശേഷം ഞാൻ വേറെ കൺട്രീസ്, ഓസ്ട്രേലിയ, UK, അയർലൻഡൊക്കെ നോക്കിയിരുന്നു. പിന്നെ ഈ യൂണിവേഴ്സിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യുന്നത് ടോപ്പ് 7% ഓൾമോസ്റ്റ് ന്യൂസിലൻഡിൽ തന്നെയാണ്. അപ്പോൾ പിന്നെ കൺട്രിയെ പറ്റി പറയുകയാണെങ്കിൽ ഇറ്റ്സ് ഓൾമോസ്റ്റ് എ പീസ്ഫുൾ കൺട്രി. പിന്നെ വർക്ക് ലൈഫ്, പേഴ്സണൽ ലൈഫ് ബാലൻസ്മെൻറ്റിന് ഭയങ്കര പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രിയാണ്. പിന്നെ നമുക്ക് ആ വർക്ക് കൾച്ചർ, ഇപ്പോൾ ഞാൻ ഓൾറെഡി വർക്ക് ചെയ്യുന്നത് US ബേസ്ഡ് കമ്പനീസ്. അപ്പോൾ അവരുടെ ആ കൾച്ചറായിട്ട് ഓൾമോസ്റ്റ് സിമിലറാണ്. അപ്പോൾ നമുക്ക് ആ വർക്കിൽ നമുക്ക് ടെൻഷൻസ് ഒന്നുമില്ല, നമ്മുടെ വർക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഫാമിലി ലൈഫിന് ഒരുപാട് പ്രാധാന്യം കൊടുക്കുന്ന ഒരു കൺട്രി. അപ്പോൾ അതുകൊണ്ടാണ് മെയിനായിട്ട് ആ കൺട്രി, അതാണ് മെയിൻ ഫാക്ടർ. പിന്നെ സെക്കൻഡ്, ആസ് ഐ സെഡ് ഏർലിയർ, ഈ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ഇവിടെയാണ്. അപ്പോൾ അതുകൊണ്ടാണ്. ഡെറിക് ജോൺസിന്റെ ഇതുവരെയുള്ള സേവനങ്ങളെ പറ്റിയിട്ട് എന്താണ് അശ്വിന് പറയാനുള്ളത്? ഇപ്പം നമ്മളിപ്പോൾ ഒരു ഏജൻസിയെ കണക്ട് ചെയ്ത് കഴിയുമ്പോൾ ഫസ്റ്റ് നമുക്കുള്ള ക്വയറീസ് എല്ലാം ക്ലിയർ ചെയ്ത് തരാൻ പറ്റുമെന്നാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ പല ഏജൻസീസ്, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ വേറെ ഏജൻസീസിനെ ഈ കാനഡ PR ആവശ്യത്തിന് വേണ്ടി കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അവരായിരിക്കും കൂടുതൽ ഇങ്ങോട്ട് നമ്മുടെ അടുത്ത് പറയാം, നമ്മുടെ ഭാഗത്തു നിന്നുള്ളത് കേൾക്കാൻ അധികം ഇതുണ്ടാവില്ല. അപ്പോൾ ഒബ്വിയസ്ലി ഇവിടെ ഞാൻ കണക്ട് ചെയ്തപ്പോൾ ഞാൻ പറയുന്ന മൊത്തം ലിസൺ ചെയ്യുക എന്നുള്ളത് ഒരു ഫസ്റ്റ് ലിസണിങ് ആണല്ലോ. അത് മൊത്തം കേട്ടിട്ടാണ് എൻ്റെ ആ ഒരു ഇത് മനസ്സിലായത്, കണ്ടീഷൻസ് അവർക്ക് മനസ്സിലായത്. ഒബ്വിയസ്ലി അപ്പോൾ അത് വെച്ചിട്ടാണ് പിന്നീട് എല്ലാ പ്രോസസ്സും ഇനിഷ്യേറ്റ് ചെയ്ത് മൂവ് അയക്കുന്നത്. പിന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഫസ്റ്റ് നിങ്ങളുടെ ഈ ഏജൻസിനെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ കാര്യത്തിന് വേണ്ടിയിട്ട് ഓരോ ഡിപ്പാർട്ട്മെൻറ്റ്സാണ്. ഇപ്പോൾ കൗൺസിലിംഗ് അഡ്മിനിസ്ട്രേഷന് ഒരു ടീമാണ്, വിസയുടെ പ്രോസസ്സിന് വേറെ ടീമാണ്. അപ്പോൾ ഇങ്ങനെ കാറ്റഗറൈസ് ചെയ്ത് പോകുന്നത് കൊണ്ട് നമുക്കും ഓക്കെയാണ്, നിങ്ങളുടെ സൈഡിൽ നിന്ന് ഓക്കെയാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് കംപ്ലീറ്റ് ചെയ്താണ് പോകുന്നത്. സോ ഒബ്വിയസ്ലി ഇതുവരെയുള്ള എല്ലാത്തിലും ഞാൻ കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ്, 100%. അപ്പോൾ അതിനകത്ത് ഒരു ഇത് വന്നിട്ടില്ല. ഒബ്വിയസ്ലി ഞാൻ നിങ്ങൾ തന്നെ ബാക്കിയുള്ള ഫ്രണ്ട്സിനാണെങ്കിലും ഫാമിലിക്കാണെങ്കിലും റെഫർ ചെയ്ത് കഴിഞ്ഞു ഓൾറെഡി. പിന്നെ ഇനിയും അങ്ങനെ എന്തെങ്കിലും ആര് വന്നാലും ഫസ്റ്റ് പോയിന്റ് ഓഫ് കോൺടാക്ട് എന്തെങ്കിലും നിങ്ങൾ തന്നെ കൊടുക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച് അശ്വിൻ.